നമ്മുടെ ചുറ്റും കാണുന്ന പ്രകൃതിയിൽ നിന്നും മരങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും ഒക്കെ പഠിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ലോകത്ത് 1400ഓളം ബാംബൂസ് ഇല്ലികൾ ഉണ്ട്. ഇവയിൽ ആഫ്രിക്കയിൽ വളരുന്ന ഒരു തരം ഇല്ലി, ഒരു ബാംബു ഉണ്ട്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ടോക്ക് വരുന്നത്. ആ ഒരു ബാംബുവിൻ്റെ വളർച്ചാ ശൈലി എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 5 വർഷത്തേന് അതെങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതേ ലെവലിൽ തന്നെയായിരിക്കും. പുറമേ കാണാൻ വളർച്ചയില്ലെങ്കിലും ശരിക്കും ഇതിനൊരു വളർച്ച ഉണ്ടാവുന്നുണ്ട്. അത് ഭൂമിയുടെ അടിയിലേക്കാണ് എന്ന് മാത്രം. അടിയിലൂടെയുള്ള ഈ ഒരു വളർച്ച നിസ്സാരമൊന്നുമല്ല കേട്ടോ. ചുറ്റുപാടുമുള്ള കിലോമീറ്ററുകൾക്കപ്പുറം വരെയുള്ള നീരുറവകളിലേക്കും ജലാംശയത്തിലേക്കും ഇതിൻ്റെ വേരുകൾ ചെന്നെത്തുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇതുപോലെ തന്നെയുള്ള മറ്റു ബാംബുകളുടെ വേരുകളുമായി ബോണ്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു 5 വർഷം കൊണ്ട് ഭൂമിക്കടിയിൽ വളരെ ശക്തമായ കരുത്തുറ്റ വേരുകളാണ് നമ്മുടെ ഈ ബാംബു ചെടികൾ സൃഷ്ടിച്ചെടുക്കുന്നത്. ഇനി 5 വർഷക്കാലത്തിന് ശേഷം നല്ല വലിപ്പമുള്ള തണ്ടുകളും മനോഹരമായ ഇലകളും ഒക്കെ ആയിട്ട് നല്ല ഉയർച്ചയിലുള്ള ഒരു വളർച്ചയുണ്ട്. ഏത് കൊടുങ്കാറ്റിലിനോ പേമാരിക്കോ ഇടിമിന്നലിനോ തകർക്കാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം സ്ട്രോങ് ആയി തലയെടുത്ത് ആ ബാംബു ചെടികൾ നിലകൊള്ളുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നീ എത്രത്തോളം വലിയ തിക്താനുഭവങ്ങളുടെയും വേദനകളുടെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും നടുക്കാണെങ്കിൽ കൂടി നീ പോലും അറിയാതെ നിന്നിലൊരു വളർച്ച നടക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വളർച്ച എന്ന് പറയുന്നത് ഇന്ന് നിനക്കോ നിന്റെ ചുറ്റുമുള്ളവർക്കോ ഒരുപക്ഷെ മനസ്സിലായെന്ന് വരില്ല, കണ്ടെത്താനും പറ്റിയെന്ന് വരില്ല. കാരണം അത് നിന്റെ ഉള്ളിലാണ്. പൂച്ചെടികൾക്ക് ദൈവം 5 വർഷമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ചിലർക്ക് അതിലേക്ക് 2 വർഷമോ 5 വർഷമോ 10 വർഷമോ ഒക്കെ ആവാം. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും മറ്റുള്ളവരെ കാണാത്ത അറിയാത്തൊരു വളർച്ച ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന വേരുകളാണ് നമ്മളുടെ ഇന്നത്തെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. അവയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന കരുത്ത്. ഒരു പഴഞ്ചൊല്ലിലെ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന്. ഇന്ന് നിന്റെ ചുറ്റും നിന്നേക്കാൾ ഉയരത്തിൽ വളർന്നു വന്ന് നിൽക്കുന്ന, നിന്നെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നാളത്തെ നിന്റെ വളർച്ച എന്നുള്ളത് അവരെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതും തല കുനിപ്പിക്കുന്നതും ആയിരിക്കും. അതുപോലെ ഒരു വിഷമത്തിൻ്റെ ഒക്കെ സമയത്തായിരിക്കും നമ്മൾ ദൈവത്തോടൊക്കെ ഒന്ന് അടുക്കുന്നത് അല്ലേ. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോലും അറിയാതെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. 5 വർഷം കഴിഞ്ഞുള്ള ആ ഇല്ലികളുടെ വളർച്ചയിലെ അതുപോലെ എന്ത് പേമാരി വന്നാലും എന്ത് കൊടുങ്കാറ്റ് വന്നാലും ആരും കൂടെ നിന്നില്ലെങ്കിലും ആരൊക്കെ നമ്മളെ വേദനിപ്പിച്ചാലും എന്നൊക്കെ പ്രശ്നം ഉണ്ടായാലും നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ലെന്നേ. അതിമനോഹരമായിട്ടുള്ള ഒരു വളർച്ച നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തെ നിന്റെ സ്ട്രഗിൾ നിനക്ക് ദൈവം തന്നൊരു സ്റ്റെപ്പാണ്. നിന്റെ ജീവിതത്തിൽ നിനക്ക് ദൈവം കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ നിനക്ക് തന്നതാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നാളെ ഒരു ദിവസം നിന്നെ കളിയാക്കിയവരുടെയും കുറ്റപ്പെടുത്തിയവരുടെയും നിന്നെ പുറകിൽ നിന്ന് കുത്തിയവരുടെ എല്ലാം മുമ്പിൽ ചിരിച്ചുകൊണ്ട് തലയുയർത്തി പിടിച്ച് നിൽക്കുവാനുള്ള വലിയൊരു അനുഗ്രഹമായി നിന്റെ വളർച്ച മാറും. ദൈവം അതിനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.